നമ്മൾ മേക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ഈസി ആയിട്ടും കുറച്ച് മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. കാരണം മെറ്റീരിയൽസ് വാങ്ങിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ടാസ്ക്കാണെന്ന് നമുക്കറിയാമല്ലേ. അതും ജ്വല്ലറിയുടെ ആകുമ്പോൾ പറയും വേണ്ട. അപ്പോൾ ഇന്ന് നമ്മളിതാ ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സിൽവർ ചെയിനാണ്. അതിതാ ഇതുപോലെ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. 2 പീസ് കുറച്ച് വലിയ ലെങ്ത്തിലും 2 പീസ് ഇതുപോലെ ചെറിയ ലെങ്ത്തിലും. അതൊക്കെ നമ്മുടെ കാലിൻ്റെ സൈസിനനുസരിച്ചാണ് ലെങ്ത്ത് തീരുമാനിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതാണ് നമ്മൾ ആ വലിയ ലോങ് ചെയിനായിട്ട് എടുക്കേണ്ടത്. അങ്ങനത്തെ 2 പീസ്. അപ്പോൾ ഇനി നമുക്ക് സൈഡ് റിങ്ങിലേക്ക് നമ്മുടെ ചെയിനൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് ഗുങ്കുരു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ പാദസരത്തിനൊക്കെ ഇടുന്ന റെഡിമെയ്ഡ് ഗുങ്കുരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി റെഡിമെയ്ഡ് ഗുങ്കുരു നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സിൽവർ ബീഡ് വെച്ചിട്ട് നമുക്ക് തന്നെ ഗുങ്കുരു ചെയ്തെടുക്കാം. സിൽവർ ബീഡും ഒന്നെങ്കിൽ ഫ്യൂസ് സ്റ്റാർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് പിൻ വെച്ചിട്ടായാലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുക. ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് തന്നെ സ്വയം ചെയ്തെടുത്തുകൊണ്ട് അപ്പോൾ അങ്ങനെയായാലും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 സൈഡിലും സൈഡ് റിങ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ലാസ്റ്റിൽ നമ്മുടെ കൊളുത്തിട്ട് കൊടുത്താൽ മതി. പാദസരത്തിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ആംഗ്ലറ്റിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും സൈഡ് റിങ്ങൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. ഇനി മെയിനായിട്ടുള്ള ഐറ്റം വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളിതാ ഇതുപോലെ ആ ഒരു ചെയിനിലേക്ക് നമ്മുടെ ചെറിയ പീസിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് നമുക്കത് കണക്ട് ചെയ്ത് കൊടുക്കണം 2 സൈഡും നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സൈഡ് റിങ് ഒന്ന് ജസ്റ്റ് ജോയിൻ ആക്കി കൊടുത്തിട്ട് നമ്മളൊരു സെൻറ്ററിൽ നിന്ന് 2 സൈഡിലും ഒരേ രീതിയിൽ വരുന്ന പോലെ നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് ചെയിനൊന്ന് സെൻറ്ററാക്കി വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ പിടിക്കുക. അതിന് ശേഷം 2 സൈഡിലേക്കും ഒരേ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയിനിൻ്റെ ആ ഒരു കണ്ണികൾ എണ്ണിയിട്ട് അതിനെയും സെൻറ്ററാക്കിയിട്ട് അങ്ങനെയായാലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കരുത്, കുറച്ച് എന്താ പറയുക ഈ ഒരു രീതിയിൽ നിൽക്കണം. വല്ലാതെ താഴേക്ക് ഹാങ് ചെയ്ത് നിൽക്കരുത്. ഇങ്ങനെ നിന്നാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 സൈഡ് ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ഇതിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗുങ്കുരൂസ് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് 2 ഞാൻ കാണിച്ച് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പീസിലേക്ക് ഗുങ്കുരൂസ് കണക്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് ലോങ് ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ ചെയ്യാം. 2 രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് ആദ്യം നമ്മൾ ആ ഒരു പീസിലേക്ക് ഗുങ്കുരൂസ് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. ഞാൻ ആദ്യം ഇത് ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ നോക്കിയത് ആ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 രീതിയിലും കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇത്രയും ഹാങ് ചെയ്ത് കിടക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടി അങ്ങോട്ട് നീക്കി 2 സൈഡും ഒന്ന് നീക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിനി ആ ഒരു ചെറിയ പീസിലേക്ക് നമ്മൾ ഗുങ്കുരു ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാറ്റേൺ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഈ ഒരു മോഡൽ കണ്ടപ്പോൾ. ഈ ഒരു മോഡൽ ഞാൻ വെള്ളി പാദസരങ്ങളുടെ കൂട്ടത്തിൽ കണ്ട മോഡലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്കതൊന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നി. ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് ഗോൾഡിൻ്റെ ആണെങ്കിൽ ഞാൻ ഗോൾഡിൻ്റെ മോഡലുകൾ നോക്കും. എന്നിട്ട് ആ ഒരു മോഡൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയിട്ടാണ് എൻ്റെ വീഡിയോസ് ഒരു പരമാവധി ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ അത് ക്ലാസ്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതും ഞാനിതുപോലെ തന്നെ ഒരു സിൽവർ മോഡൽ കണ്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഗോൾഡിൻ്റെ ഐറ്റംസ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഗോൾഡ് നമ്മുടെ സ്വർണ്ണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ മോഡൽസ് കണ്ടു കഴിയുമ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മുടേതായ ഹാൻഡ് മെയ്ഡ് രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞതാ ഇത് കണക്ട് ചെയ്യുന്ന കാര്യം മറന്നുപോയി. നമ്മൾ ഫസ്റ്റിൽ ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 കണ്ണി വിട്ടിട്ട് വേണം കേട്ടോ കോർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ കോർക്കുന്നത് എല്ലാം ഒരേ രീതിയിലായിരിക്കണം. കണ്ണികൾ തമ്മിലുള്ള അകലം കറക്റ്റായിരിക്കണം. ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഒരു 3 കണ്ണി വിട്ടിട്ടാണ് ഫസ്റ്റിലെ ഗുങ്കുരു കോർത്ത് കൊടുത്തത്. പിന്നെയും നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ 3-4 കണ്ണി വിട്ടിട്ട് ചെയ്യുക, ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ചെയ്യുക. അതുപോലെ ചെയിൻ എടുക്കേണ്ടത് ഇതുപോലത്തെ ചെറിയ കണ്ണി അകലമുള്ള ചെയിൻ തന്നെ എടുക്കാനും ശ്രദ്ധിക്കുക. ഇനി നമ്മളതുപോലെ എല്ലാം ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ലുക്ക് ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇതിനെ നമുക്ക്
രണ്ട് സൈഡിലേക്കും നമ്മുടെ കൊളുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൊളുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ പിന്നെ വീണ്ടും എല്ലാ ഗുങ്കുരൂസും കണക്ട് ചെയ്യുന്നത് കാണിക്കാഞ്ഞതാണ്. വെറുതെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത്ത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗുങ്കുരുവൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ്. നമ്മൾ സൈഡ് റിങ്ങിലേക്ക് കൊടുക്കുക, ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഓരോ മോഡലൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും സ്വയം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പരമാവധി നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ചെയ്യുന്നത്. സാധാരണ ഒരു മോഡലൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും മോഡൽ കാണുമ്പോൾ അത് നമ്മൾ എങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട്, അതിന് പുതിയതായിട്ട് കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, പുതിയൊരു മോഡലുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതും സെയിം ഇതേപോലെ തന്നെ കുങ്കുരു കണക്ട് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റിൽ തന്നെ നമ്മൾ കോർത്ത് കൊടുക്കരുത്, നമുക്ക് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു മൂന്നോ നാലോ കണ്ണി വിട്ടിട്ട് നമ്മൾ ഗുരുസ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതും ഇതുപോലെ തന്നെ ആ ഒരു പാറ്റേണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. 3 എണ്ണമാണെങ്കിൽ പിന്നെ 3 കണ്ണികൾ വെച്ചിട്ട് തന്നെ വിട്ട് ചെയ്യണം. ഒരുപാട് ഗ്യാപ്പ് ഇട്ട് ചെയ്താൽ ഒരു വൃത്തിയില്ല. ഈ ഗുങ്കുരു ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഈ ഒരു പാദസരത്തിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കായിട്ടും ചെയ്യരുത്, ഒരുപാട് ഗ്യാപ്പ് ഇട്ടും ചെയ്യരുത്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ നിൽക്കണം. അപ്പോൾ ഇനി ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളിതുപോലെ തന്നെ ചെയ്യുമ്പോൾ ചെയിൻ തിരിഞ്ഞു മറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരേ ലെവലിൽ വെച്ചിട്ട് കറക്റ്റ് രീതിയിൽ പിടിച്ചിട്ട് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ചെയിനിനെ പിടിച്ചിട്ട് നമ്മളിതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പിടിച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഫുള്ള് ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയിനിലേക്ക് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്ന ഹൈപ്പ്, അതും ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. ഓരോ ഗുങ്കുരും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് രീതിയിൽ തന്നെ പിടിച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് ആ ഒരു ഹാങ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടും. പിന്നെ ഫുള്ള് ഗുങ്കുരൂസും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെയിനിലേക്ക് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. കണക്ട് ചെയ്യണമെന്ന് നോക്കാനൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പകുതി വരുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കണം. ചെയിനിൻ്റെ സെൻറ്റർ നോക്കുക, അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരേ രീതിയിൽ വരണം. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലും ഒരേപോലെ വരണം. ആ രീതിയിൽ വേണം കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ എത്ര കണ്ണി ഉണ്ട്, നിങ്ങൾ എളുപ്പത്തിന് ചെയ്യാനാണെങ്കിൽ എത്ര കണ്ണി ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതിനൊരു ഹാഫാക്കിയിട്ട് രണ്ട് സൈഡിലേക്കും തുല്യ രീതിയിൽ ആ കണ്ണികളെ കൊടുത്തിട്ട് ചെയ്യുമായിരിക്കും നല്ലത്. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ചെയ്യുന്നുണ്ടല്ലോ, അത് യു ഷേപ്പിൽ കിടക്കരുത്, വല്ലാതെ യു ആയിട്ട് കിടക്കരുത്. അതിങ്ങനെ നന്നായിട്ട് ഒരു കർവ് പോലെ വരുന്ന രീതിയിൽ കിടക്കണം. ഞാൻ നേരത്തെ കാണിച്ച് തന്നിരുന്നല്ലോ, അപ്പോഴാണ് അതിനൊരു ഭംഗി വരിക. ഒരുപാട് താഴേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ കിടക്കാതെ നിൽക്കണമെങ്കിലാണ് കാലുമ്മ ഇടുമ്പോൾ ഭംഗി വരിക. ഞാനത് ലാസ്റ്റിൽ കാണിച്ച് തരുന്നുണ്ട് മോളുടെ കാലുമ്മ ഇട്ടിട്ട്. പക്ഷേ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് കുറച്ച് കുറുമ്പ് കൂടിയ മോഡലായ കാരണം എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ പോകും. പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ്. കിട്ടുന്ന ടൈമിൽ ഞാൻ വേഗം വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയ്ക്ക് എങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ലാസ്റ്റിലൊരു ചെറിയ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെയും കിട്ടിയിട്ടുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെ വരണം. അപ്പോൾ ഇനി രണ്ടാമത്തേലേക്ക് നമുക്ക് സൈഡ് റിങ് കണക്ട് ചെയ്ത് കൊളുത്തും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാദസരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ക്ലാസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള 2 മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അതും കൂടി ചെയ്ത് തരാം ബിഗിനേഴ്സിന്. അതും കൂടി ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് സാധാ 2 മോഡലാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ പാദസരത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. 2 3 മോഡൽസോട് കൂടി കേട്ടോ. അപ്പോൾ ഇതാണ് കാലുമിട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.